ഒരിക്കലും തന്നെ എഴുതുന്നു. അതുകൊണ്ട് മാറ്റി എഴുതിയില്ല. അത് തന്നെ അവാരിക്കാനേ പണ്ടെന്ന് പറഞ്ഞാൽ സോറി, ക്ഷീണം കാരണം മാറിപ്പോയതാ. ഈ മുറിയിരുന്ന് മദ്യപിക്കുന്നു എന്നല്ല, നഷ്ടസ്വപ്നങ്ങൾ അയവിറക്കുന്നു എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ചേട്ടന്റെ മൈൻഡ് വോയിസ് പോയി. ഇവൻ പോയാലേ എനിക്ക് മദ്യപിക്കാൻ പറ്റൂ. ഒഴിവാക്കാൻ എന്തായാലും മാർഗം. വീണ്ടും വരുൺ, ഗീതു, അവൾ എന്റെ പ്രതീക്ഷകൾ തകർത്ത് കളഞ്ഞു. ചേട്ടാ അവനെ നോക്കിട്ട് മോന് നല്ല ക്ഷീണമുണ്ട്. റൂമിൽ പോയി ഇത്തിരി നേരം വിശ്രമിക്കും. റൂമിൽ പോയി ഇത്തിരി നേരം വിശ്രമിക്കും. എനിക്ക് റെസ്റ്റ് ഒന്നും വേണ്ട. അങ്കിളിന് സോറി, അച്ഛന് കമ്പനി തരാനാ അമ്മ പറഞ്ഞത്. ആ പാട്ടുകാരി പോകുന്നവരെ ഞാൻ കമ്പനി തരും. പാട്ടുകാരി പോകുന്നത് വരെ ഏത് പാട്ടുകാരി? ഏത് പാട്ടുകാരി? ആ രഞ്ജുവിന്റെ അമ്മയില്ലേ അവര്. വീണ്ടും ഷോക്ക്. രഞ്ജുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ആ സ്ത്രീ വന്നിട്ടുണ്ട്. അവർക്ക് അങ്കിളച്ഛനെ കാണാൻ വലിയ താല്പര്യം ഇല്ലെന്ന് അമ്മ പറഞ്ഞത്. അങ്കിളച്ഛൻ ആ വിളി കൊള്ളാം. ഇത് ഞാൻ എങ്ങനെ വിളിക്കൂ? ഇനി ചേട്ടന്റെ മൈൻഡ് വെച്ച് രഞ്ജുവിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയി എന്നെ തോൽപ്പിക്കാനാ വിജയലക്ഷ്മിയുടെ ശ്രമം. എങ്കിൽ രഞ്ജു ആരാണെന്ന് ഇവിടെ എല്ലാരും അറിയും. ചേട്ടൻ വാക്കിൽ സ്റ്റിക്ക് എടുക്കാനായിട്ട് അങ്ങോട്ട് പിടിച്ച് അങ്കിളച്ഛനെ ഞാൻ വിടില്ല. ഇവിടെ എനിക്ക് വിട് മോനെ, എനിക്ക് ആ പാട്ടുകാരിയെ കാണണം. എനിക്ക് ആ പാട്ടുകാരി അങ്കിളച്ഛ പോരുത്. വരുമോനാ പറയുന്ന പോരുത്. അമ്മ എന്നെ വഴക്കുറയും. എടുത്ത് മദ്യം എടുത്ത് ഓ, ഇത് ഇനിയും ബാക്കി ഉണ്ടായിരുന്നോ? ചേട്ടാ ഒന്ന് നോക്കിട്ട് ചേട്ടൻ വൈപ്പിഞ്ഞപ്പോ അങ്കിളച്ഛ പോകരുത്. വരുമോനെ പറയുന്ന പോകരുത്. അമ്മ എന്നെ വഴക്കുറയും. വിടറാ നോക്കി ഔട്ട്. ഓക്കെ 20-30 ഈ പിടിച്ച് നിന്നേണ്ട സജഷൻ കെട്ടുണ്ട്, നേരത്തെ എത്തേണ്ട സജഷൻ കെട്ടുണ്ട്.